നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ നഗരത്തിൽ റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. തകർച്ചയിലായ SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം നവീകരിക്കും. അറ്റകുറ്റപ്പണികൾ 10 ലക്ഷം രൂപ ചിലവിൽ. ചാവക്കാട് ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് കാർ നിർത്തി കനാലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 അംഗ സംഘത്തിലെ 3 പേർ പിടിയിൽ. കാറിൽ നിന്ന് 21 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്ന് ജോസഫ് ടാജറ്റ്. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കുടുംബം പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും വിധം സർക്കാർ സഹായമുണ്ടാകണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ഷൊർണൂർ ടൗണിലെ പാതയിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടൗണിലൂടെയുള്ള പാതയിലെ നവീകരണ പ്രവൃത്തികളാണ് നടത്തുന്നത്. പൊതുമരാമത്ത് വിഭാഗത്തിന്റെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഷൊർണൂർ ടൗണിലെ പാതയിലെ അറ്റകുറ്റപ്പണികളാണ് ബുധനാഴ്ച ആരംഭിച്ചത്. SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടൗണിലൂടെയുള്ള പാതയിലെ നവീകരണ പ്രവൃത്തികളാണ് നടത്തുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ SMB ജംഗ്ഷൻ വഴി മാത്രമേ പ്രവേശിക്കാൻ പാടുകയുള്ളൂ. ടൗണിലെത്തിയ വാഹനങ്ങൾ പൊതുവാൾ ജംഗ്ഷൻ വഴി മാത്രം പുറത്തേക്ക് കടക്കാവുന്നതാണ്. ഇരുദിശയിലും വാഹനങ്ങൾ പ്രവേശിച്ചാൽ റോഡിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് PWD അധികൃതർ പറഞ്ഞു. 31 മുതൽ ജനുവരി 2 വരെയാണ് വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ വൺ വേ ട്രാഫിക് മാത്രമാകും സാധ്യമാകുക. ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗത്തെ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഇതിനായി പൊതുമരാമത്ത് വിഭാഗത്തിന്റെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചാവക്കാട് കാറിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് വണ്ടി നിർത്തി കനാലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 അംഗ സംഘത്തിലെ 3 പേർ പിടിയിൽ. കാറിൽ നിന്ന് 21 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കാറിൽ ലഹരി വസ്തുക്കളുമായി വരികയായിരുന്ന 4 അംഗ സംഘം പോലീസിനെ കണ്ടതോടെ കാർ നിർത്തി കനോലി കനാലിലേക്ക് ചാടുകയായിരുന്നു. ഇതിൽ 3 പേർ പിടിയിലായി. പിടികിട്ടാപ്പുള്ളിയായ മാടപ്രാവ് അനൂപ് ഉൾപ്പെടെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കാണാതായ ഒരാൾക്കായി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. കാറിൽ നിന്ന് 21 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ രാവിലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. ലഹരി വസ്തുക്കളുമായി വരികയായിരുന്ന സംഘത്തെ നേരത്തെ തന്നെ പോലീസ് പിന്തുടർന്നിരുന്നു. സംഘം ചാവക്കാട് ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതോടെ വിവരം ചാവക്കാട് പോലീസിനെ അറിയിച്ചു. ഇതോടെ ചാവക്കാട് പോലീസ് പ്രതികളെ കാത്ത പുതിയ കനാലിനടുത്ത് നിലയുറപ്പിച്ചു. ഇവിടെയും പോലീസിനെ കണ്ടതോടെ ലഹരിക്കടത്ത് സംഘം കാർ നിർത്തി കനോലി കനാലിലേക്ക് ചാടുകയായിരുന്നു. തുടർന്നാണ് 3 പേരെ പോലീസ് പിടികൂടിയത്. ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷപ്പെട്ട മറ്റൊരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാക്കിയതിന് പിന്നിൽ ഒത്തുകളിയുണ്ട്. BJP വോട്ട് അസാധുവാക്കി ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? മറ്റത്തൂരിൽ രാജിവെക്കാത്ത പാർട്ടി പ്രവർത്തകരെ പുറത്താക്കിയ ആർജവം കോൺഗ്രസ് കാണിച്ചു. എന്നാൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്നും ജോസഫ് ടാജറ്റ് ആക്ഷേപിച്ചു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അതുപോലെ തന്നെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ മറ്റത്തൂരിൽ പാർട്ടിയുടെ ചില അംഗങ്ങൾ ചെയ്ത തെറ്റ് അതവരെ ബോധ്യപ്പെടുത്തുകയും പാർട്ടി ഈ കാര്യത്തിൽ എടുക്കേണ്ട സത്വര നടപടികൾ അപ്പം തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയെയും
മണ്ഡലം പ്രസിഡന്റിനെയും അംഗങ്ങളെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പല്ലശ്ശനയിലെ 9 വയസ്സുകാരിയുടെ കുടുംബം പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും വിധം സർക്കാർ സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചാണ് നിവേദനം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുട്ടിന് താഴെ മുറിച്ചുമാറ്റിയ പല്ലശ്ശന സ്വദേശിനി 9 വയസ്സുള്ള വിനോദിനിയുടെ അമ്മ പ്രസീത വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഫിയ ഇക്ബാലിനൊപ്പമെത്തിയാണ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. കുട്ടിയുടെ തുടർ ചികിത്സാ വിദ്യാഭ്യാസം, കുടുംബത്തിന് സ്വന്തമായൊരു വീട് തുടങ്ങി കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്ന വിധത്തിൽ സർക്കാർ സഹായം ഉണ്ടാകണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുമ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശിശുക്ഷേമ വകുപ്പ്, ചൈൽഡ് ലൈൻ, പട്ടികജാതി വിഭാഗം ഓഫീസർ എന്നിവർക്കൊക്കെ കുടുംബം നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണമെന്നും വിഷയത്തിൽ കളക്ടറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മറ്റൊരു നിവേദനവും നൽകിയിട്ടുണ്ട്. വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് AP സീനത്ത്, ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു എന്നിവരടങ്ങുന്ന സംഘമാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂരിൽ പ്രധാന പാതയോരത്തെ ആൽമരം സർക്കാർ മൃഗാശുപത്രിക്ക് ഭീഷണിയായി. കെട്ടിടത്തിന് ഭീഷണിയായ ആൽമരക്കൊമ്പുകൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയിൽ മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പാതയോരത്തെ വൻ ആൽമരമാണ് തൊട്ടടുത്ത സർക്കാർ മൃഗാശുപത്രി കെട്ടിടത്തിന് ഭീഷണിയായി മാറിയത്. ആൽമരത്തിന്റെ വലിയ കൊമ്പുകൾ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾക്ക് മുകളിലാണ്. കൊമ്പ് പൊട്ടിവീണാൽ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണിപ്പോൾ. അപകട ഭീഷണിയായ മരത്തിന്റെ കൊമ്പുകൾ ഉടൻ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം മഞ്ഞക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, 23-ാം വാർഡ് കൗൺസിലർ PR ഷീജ എന്നിവരെ അനുമോദിച്ചു. മഞ്ഞക്കാട് നാരായണീയ സമാജം ഹാളിലായിരുന്നു അനുമോദന യോഗം. കേരള സീനിയർ സിറ്റിസൺ ഫോറം മഞ്ഞക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല, 23-ാം വാർഡ് കൗൺസിലർ PR ഷീജ എന്നിവരെ ആദരിക്കുന്നതിനായാണ് മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ചെയർപേഴ്സൺ പി നിർമ്മല മറുപടി പ്രസംഗം നടത്തി. ജീവിതത്തിന്റെ അവസാനമല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. വൃദ്ധർക്കും അവരുടേതായ പല ഉത്തരവാദിത്തങ്ങളും നമ്മുടെ സമൂഹം അവർക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. പേരക്കുട്ടികളെ വളർത്തുന്നതിനും അവരെ നല്ല രീതിയിൽ നയിക്കുന്നതിനും ഇന്നും മുത്തശ്ശന്മാരും മുത്തശ്ശികളും തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അവരുടെ ആ ഒരു അടുപ്പവും മറ്റു കാര്യങ്ങളും മറ്റുള്ളവർക്ക് ആർക്കും തന്നെ നൽകാൻ കഴിയില്ല. അല്ലെങ്കിൽ നല്ല ജീവിതപാഠം കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതിന് മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി വഹിക്കുന്ന ഒരു പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മലയെയും 23-ാം വാർഡ് കൗൺസിലർ PR ഷീജയെയും ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. അനുമോദന യോഗം ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് MN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ PR ഷീജ, K വേലായുധൻ, ഗിരിജ പ്രകാശ്, സന്തോഷ് കുമാർ, TN ശ്രീനിവാസൻ, C മധുസൂദനൻ, M രാമേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തി. തുടർന്ന് 10 മണിക്ക് ശേഷം പ്രഭാഷണവും ഉണ്ടായി. ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ പ്രഭാഷണം നടത്തി. ഈശ്വര കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയാണ്. എന്നാൽ ചിലരോ കുറേ കാലം കഴിഞ്ഞിട്ട് ചിലർ പറയും എനിക്കിതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഈ ഇടയായിട്ടാണ് എനിക്കിതിലൊക്കെ താല്പര്യം തോന്നിയത്. ഞാൻ ഈ ഇടയായിട്ടൊന്നും പ്രഭാഷണമൊക്കെ കേൾക്കാൻ തുടങ്ങി. ചിലരെങ്ങനെയാണ് റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് കുറേ സമയമൊക്കെ കിട്ടും, അപ്പോൾ കൂടുതലായിട്ട് സമയം കിട്ടും, അപ്പോൾ ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നും. ചിലരോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് ഭഗവാനോടുള്ളൊരു ഭക്തി ഉണ്ടായതായിട്ടേ നമ്മൾ കാണാറില്ല. ഏകാദശിയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക്
ഭക്തർക്ക് ഏകാദശി ഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉൾനാടൻ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉൾനാടൻ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 38 കർഷകർക്കാണ് മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമ്പത്ത് വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ പദ്ധതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ വിളവെടുക്കാനും അതുപോലെ തന്നെ വിപണനം നടത്താനും കഴിയുന്നുണ്ട്. ഈ വർഷം മീൻ കുഞ്ഞുങ്ങൾ കിട്ടാൻ കുറച്ച് വൈകി, എന്നിരുന്നാലും മീൻ കുഞ്ഞുങ്ങളെത്തി. അടുത്ത വർഷം തൊട്ടത് നേരത്തെ വിതരണം ചെയ്ത് വളർച്ചെത്താൻ കാലഘട്ടം ഉണ്ടാവുന്നത്. വേനൽക്കാലമായതുകൊണ്ട് കുളങ്ങളിൽ വെള്ളമൊക്കെ വറ്റിക്കിടക്കുന്ന അവസ്ഥയാണ്. ജൂണിലാണ് കിട്ടേണ്ടത്. ജൂണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിനെ നന്നാക്കി എടുക്കാൻ സാധിക്കും. പഞ്ചായത്തിലെ മത്സ്യകൃഷി പ്രൊമോട്ടർ M കമലം പദ്ധതി വിശദീകരിച്ചു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നതാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ത്രിദിന ക്യാമ്പിനാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചെയർപേഴ്സണെ HM ലക്ഷ്മി ദേവി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്യാമ്പിന്റെ രണ്ടാം ദിനത്തിൽ രാവിലെ യോഗ പരിശീലനം, തുടർന്ന് മുണ്ടായിലെ കൃഷിഫാം സന്ദർശിക്കൽ എന്നിവ നടന്നു. വീണ്ടും സ്കൂളിലെത്തിയ ക്യാമ്പിലെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. സംരംഭക മഞ്ജു, ജൈവ കർഷകനായ നാരായണൻ എന്നിവർ ക്ലാസ് എടുത്തു. വായു വേണം, വെള്ളം വേണം, എന്ത് വേണം? ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അത് കഴിക്കാൻ തോന്നണമെങ്കിൽ എന്തൊക്കെ വേണം? അല്ല, അതിനൊരു മണം വേണം, വേണ്ടേ? സാമ്പാറിൻ്റെ മണമാണോ ബിരിയാണിക്കുള്ളത്? അതാണോ ഉപ്പുമാവിനുള്ളത്? അതാണോ ദോശയ്ക്കുള്ളത്? അത് വ്യത്യസ്തമാണ്. എവിടെയെങ്കിലും ദോശ ചൂടണം മണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് ദോശയാണ്, ഇല്ലേ? സാമ്പാർ ഉണ്ടാക്കണം മണം കേട്ടാൽ, മല്ലിയപ്പ് വറുക്കുന്നത് കേട്ടാൽ. HM ലക്ഷ്മി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോർജ് വയനാട്, ആൻഡ്രൂസ് ഷൊർണൂർ, ഹിലാൽ കോട്ടയം എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം കളിപ്പാട്ട നിർമ്മാണവും ഉണ്ടായിരുന്നു. 31-ന് ക്യാമ്പ് സമാപിക്കും. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നതാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഉദ്ദേശമെന്ന് HM ലക്ഷ്മി ദേവി പറഞ്ഞു. 2022 കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. ഗണേഷ് ഗിരി സ്കൂളിന് അത് 2022 തന്നെ അനുവദിച്ച് കിട്ടി. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ 5 സ്കൂളുകളിൽ ഒന്നാകാനുള്ള ഭാഗ്യം നമ്മുടെ സ്കൂളിന് ലഭിച്ചു. 3 വർഷം തുടർച്ചയായി കുട്ടികൾക്ക് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളാകാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റും ഗ്രേസ് മാർക്കും ഒക്കെ ലഭിക്കും. കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് സ്കൂൾ സർവീസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ജില്ലയിൽ ആകെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റ് ലഭിച്ച 5 വിദ്യാലയങ്ങളിലൊന്നാണ് ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ നഗരത്തിൽ റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. തകർച്ചയിലായ SMB ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം നവീകരിക്കും. അറ്റകുറ്റപ്പണികൾ 10 ലക്ഷം രൂപ ചിലവിൽ. ചാവക്കാട് ലഹരി വസ്തുക്കൾ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് കാർ നിർത്തി കനാലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 4 അംഗ സംഘത്തിലെ 3 പേർ പിടിയിൽ. കാറിൽ നിന്ന് 21 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പെരുമാറുന്നതെന്ന് ജോസഫ് ടാജറ്റ്. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കുടുംബം പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കുട്ടിയുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും വിധം സർക്കാർ സഹായം ഉണ്ടാകണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.